ഉറങ്ങിക്കിടക്കുന്നത് കാണിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന മോഹിനിയുടെ തലയിൽ ബുദ്ധിമുട്ട് തോന്നുകയാണ്. അത് കാരണം മോഹിനി എഴുന്നേൽക്കുന്നു. തലയിൽ ഇച്ചിങ് തോന്നുന്നത് കൊണ്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് മോഹിനി. ഈ സമയം മോഹിനിയുടെ തലയിലുള്ള പേനുകൾ ശങ്കറിന്റെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ട് ശങ്കർ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മോഹിനി തലയിലെ ഇച്ചിങ് കാരണം ദേഷ്യം കൊണ്ട് മൻമോഹനെ രംഭയെ വിളിക്കുകയാണ്. മോഹിനിയുടെ വിളി കേട്ട് അവിടെ വരുന്ന അവരോട് മോഹിനി തലയിൽ ഉണ്ടാവുന്ന ഇച്ചിങ്ങിനെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും പറയുകയാണ്. അത് കേട്ട് ചിരിച്ചു നിൽക്കുന്ന രംഭ മോഹിനിയോട് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ ശങ്കറിനെ ടോർച്ചർ ചെയ്യണമെന്ന്, അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ തലയിൽ ആയിരക്കണക്കിന് പേനുകളെ കൊണ്ടിട്ടു. എന്നോട് ഇതിനൊന്നും താങ്ക്സ് പറയേണ്ട എന്ന് പറയുകയാണ് രംഭ. അത് കേട്ട് ദേഷ്യം വരുന്ന മോഹിനി ശങ്കറിനെ പാഠം പഠിപ്പിക്കാൻ വേറെ ഒരു വഴിയും കിട്ടിയില്ല. ഇത് എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മോഹിനി അവിടെ നിന്ന് പോവുകയാണ്. മോഹിനി പോകുന്നത് കണ്ട് പ്രതികാരം ചെയ്ത് തീർത്തതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് രംഭ. തുടർന്ന് തലച്ചൊറിഞ്ഞു പോകുന്ന മോഹിനി പാർവിനെ കാണുകയാണ്. പാർവിന്റെ കയ്യിലിരിക്കുന്ന ചീപ്പ് കാണുന്ന മോഹിനി പാർവിനോട് പാർവിന്റെ കയ്യിലിരിക്കുന്ന ചീപ്പ് കൊടുക്കാൻ പറയുകയാണ്. ഞാൻ തന്നെ ചീപ്പ് കൊണ്ട് തലമുടിയിൽ ചീകി തരാം എന്ന് പറയുന്നത് കേൾക്കുന്ന മോഹിനി ചെറിയൊരു ഡൗട്ടോടെ തിരിഞ്ഞു നിൽക്കുകയാണ്. പാറു മോഹിനിയുടെ മുടിയിൽ ചീപ്പ് വയ്ക്കുന്നതും പാറു അപ്രത്യക്ഷമായി പോകുന്നു. മോഹിനി നോക്കുമ്പോൾ പാറുവിനെ അവിടെ കാണാത്തത് കാണുന്ന മോഹിനി പാറു ചീപ്പ് കൊണ്ട് പോയോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പാറു മോഹിനിയുടെ തലയിൽ വരികയാണ്. പാറു ശങ്കറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. മറുവശത്ത് പേനുകളെ പേടിച്ച് ശങ്കർ ഓടുകയാണ്. ശങ്കറിനെ കുറെ പേനുകൾ ഓടിക്കുന്നത് പാറു കാണുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പാറു. ഇതേ സമയം തലയിലെ ഇച്ചിങ് കാരണം ബുദ്ധിമുട്ടി നിൽക്കുന്ന മോഹിനി, ഇതിനെല്ലാം കാരണക്കാരിയായ രംഭ നിൽക്കുന്നത് കാണുന്ന മോഹിനി രംഭയുടെ മുടി പിടിച്ച് മോഹിനിയുടെ മുടിയിൽ ചേർത്ത് വയ്ക്കുകയാണ്. മോഹിനിയുടെ മുടിയിലെ പേനുകൾ രംഭയുടെ മുടിയിലാവാൻ വേണ്ടിയാണ് മോഹിനി അങ്ങനെ ചെയ്യുന്നത്. ഈ സമയം പേനുകളുടെ ഇടയിൽ നിന്ന് പാറു ശങ്കറിനെ രക്ഷപ്പെടുത്തുകയും എന്നിട്ട് ശങ്കറിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് പാറു. ആയിരക്കണക്കിന് പേനുകൾ ശങ്കറിന്റെയും പാറുവിന്റെയും പുറകെ ഉണ്ട്. തുടർന്ന് മോഹിനിക്ക് തലയിൽ എന്തോ പ്രത്യേകത തോന്നുകയാണ്. എന്നിട്ട് മോഹിനി തലയിൽ ശങ്കർ അല്ലാതെ വേറെ ആരും ഉണ്ട് എന്ന് പറഞ്ഞ് മോഹിനി തലമുടി കണ്ണാടിയിലൂടെ മാറ്റി നോക്കുമ്പോൾ എന്റെ തലയിൽ നാഗിനിയാണ് ഉള്ളതെന്ന് മോഹിനി പറയുന്നത് കേട്ട് മൻമോഹനും രംഭയും ഞെട്ടി നിൽക്കുകയാണ്. മറുവശത്ത് പാറു കുറെ പേനുകളെ ചീപ്പ് ഉപയോഗിച്ച് കൊല്ലുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന മോഹിനി ആ നാഗിനി എന്റെ തലയിൽ താണ്ഡവം നടത്തുകയാണ്. അവൾ എന്റെ തലയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രംഭയോട് മോഹിനി മുടി കെട്ടിവെക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന രംഭ മോഹിനിയുടെ മുടി കെട്ടുകയാണ്. ഈ സമയം പാറു മാന്ത്രിക ചീപ്പ് ഉപയോഗിച്ച് പോകാനുള്ള വഴി കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് പാറു ശങ്കറിനെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ശങ്കർ ഓടി പോകുമ്പോൾ വഴി മുടി കൊണ്ട് മറയുന്നത് കാണുന്ന പാറു ബലം പ്രയോഗിച്ച് മാന്ത്രിക ചീപ്പ് കൊണ്ട് മോഹിനിയുടെ തലയിൽ കുത്തുകയാണ്. അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ മോഹിനി എഴുന്നേൽക്കുകയും രംഭ കെട്ടിയ മുടി അഴിയുകയും ശങ്കർ മോഹിനിയുടെ മുടിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. ശങ്കറിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ മൂന്ന് പേരും. ഈ സമയം പാറു നാഗിനിയായി മാറുകയാണ്. പാറുവിന്റെ അടുത്തേക്ക് പേനുകൾ വരുന്നു. പാറു നാഗിനിയായി എന്ന് മനസ്സിലാക്കുന്ന മോഹിനി തലമുടിയിൽ നിന്ന് പാറുവിനെ മോഹിനി കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് മോഹിനി പാറുവിനെ കൈക്കകത്തിട്ട് ടൈറ്റ് ആക്കി പിടിക്കുമ്പോൾ പാറു മോഹിനിയുടെ കയ്യിൽ നിന്ന് ചാടി പോകുന്നു. ദേഷ്യം വരുന്ന മോഹിനി ശങ്കറിനെ ഉപദ്രവിക്കാൻ വേണ്ടി ശങ്കറിന്റെ അടുത്തേക്ക് പോകുന്നത് കാണുന്ന നാഗിനിയായി മാറുന്ന പാറു മോഹിനിയെ ഉപദ്രവിക്കുകയാണ്. പാറു മുഖം കാണാതിരിക്കാൻ വേണ്ടി അവർ മൂന്ന് പേരും തിരിഞ്ഞു നിൽക്കുകയാണ്. അത് കാണുന്ന പാറു രക്ഷസ് നീയാണെന്ന് എനിക്കറിയാം മോഹിനി എന്ന് പറയുന്നത് കേൾക്കുന്ന മോഹിനി തിരിഞ്ഞു നിൽക്കുകയാണ്. മോഹിനി നാഗിനിയും നേർക്കുനേർ. ഈ ജന്മം എനിക്ക് ശങ്കറിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ജന്മ ശങ്കറിന്റെ രക്ഷാകവചമായി ഞാൻ ഇവിടെ ഉള്ളത്. ഇന്നത്തെ ദിവസം യമരാജന്റെ അടുത്ത് നിന്ന് സ്വന്തം ഹസ്ബൻഡിനെ തിരിച്ചു കൊണ്ടുവന്ന ദിവസം. ഈ ദിവസമാണ് എല്ലാ സുമംഗലിമാരും വ്രതം എടുക്കുന്നത്. യമരാജന്റെ കയ്യിൽ നിന്ന് ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുമെങ്കിൽ നീ വെറും ഒരു രക്ഷസ് മാത്രമാണ്. നിന്റെ കയ്യിൽ നിന്ന് ശങ്കറിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറയുകയാണ് പാറു. അത് കേൾക്കുന്ന മോഹിനി കഴിഞ്ഞ ജന്മവും നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഈ ജന്മവും നിന്റെ കൺമുമ്പിൽ വെച്ച് ശങ്കറിനെ കൊല്ലുമെന്ന് പറയുകയാണ് മോഹിനി. അത് കേട്ട് ദേഷ്യം വരുന്ന പാറു മോഹിനിയെ വെല്ലുവിളിക്കുകയാണ്. മോഹിനിക്കെതിരെയുള്ള എല്ലാ തെളിവും ശേഖരിച്ച് എല്ലാവരുടെ മുന്നിലും മോഹിനി രക്ഷസാണെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും വാശിയോടെയും പ്രതികാരത്തോടെയും ദേഷ്യത്തോടെയും കൂടി പരസ്പരം നോക്കി നിൽക്കുകയാണ്. അടുത്ത സീനിൽ പാറു പോകുന്നത് കാണുന്ന ശങ്കർ പാറുവിനെ വിളിക്കുമ്പോൾ പാറു ശങ്കറിനോട് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി തന്നെ പാറു വ്രതം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മഹാദേവന്റെ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് പാറു. എന്നിട്ട് പാറു മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിനെ നിർബന്ധിച്ച് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മുഴുവൻ പ്രകാശം ഉണ്ടാവുകയാണ്. അത് കണ്ട് എല്ലാവരും അതിശയത്തോടെയും അത്ഭുതത്തോടെയും പാറുവിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ മഹാദേവന്റെ ശിരസിലിരിക്കുന്ന ചന്ദ്രൻ പ്രകാശിക്കുന്നത് കാണുകയാണ്. ആ പ്രകാശത്തിന്റെ മുമ്പിൽ പാറു വ്രതത്തിന്റെ പൂജ ചെയ്യുകയും പാറു ശങ്കറിന് വെള്ളം കൊടുത്ത് വ്രതം കംപ്ലീറ്റ് ചെയ്യുന്നത് കേൾക്കുന്ന ശങ്കർ അറിയാതെ മഹാദേവന് മുന്നിൽ തൊഴുതു നിൽക്കുകയാണ്. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.